ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊരു സ്റ്റൂ ആണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയ സവോള കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുക്കറിലോട്ട് ആദ്യം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. പിന്നെ ഇതിലോട്ട് 2 വലിയ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വലിയ സവോള ആയതുകൊണ്ട് 1 എടുത്തിട്ടുണ്ട്, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. പിന്നെ ഒരു 6 പച്ചമുളക് കട്ട് ചെയ്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, എരിവിന് ആവശ്യമായിട്ടുള്ള. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ടൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്കൊരു 6 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായത് കാരണം ഞാൻ 6 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വലുതാണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ 2 വിസിൽ വന്നപ്പോഴത്തേനും ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു തേങ്ങയുടെ പകുതിയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു മുറി തേങ്ങയുടെ പാല്, ഒരുപാട് വെള്ളത്തോടെ ആവണ്ട, അത്യാവശ്യം കട്ടിയിലുള്ള പാല് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളച്ച് ഒന്ന് തിക്കായി തുടങ്ങിയാൽ ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇതൊന്ന് താളിച്ചെടുക്കാനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 5 ചെറിയുള്ളി കട്ട് ചെയ്തതും പിന്നെ ഒരല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങിയാൽ ഇതിലോട്ട് കറി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കിയാൽ വെള്ളപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്